ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ആന്ധ്ര സ്റ്റൈലൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവുക. മുളക് പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നാൽ തുടങ്ങാം. ഒരു ചീനിച്ചട്ടി വെച്ചു. ഇനി അത് ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ചീനിച്ചട്ടി ചൂടായി, നമുക്ക് എണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് വലുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടുക. സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചേക്കുക സവാള. ഇനി പച്ചമുളക് ഇടാം. കുറച്ച് പച്ചമുളക് കൂടുതൽ വേണം. ഇത് മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. തണുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കണം. ഒത്തിരി ഒന്നും വഴണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഉള്ളിയും പച്ചമുളകും വഴണ്ടു. ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ഈ വഴറ്റിയ ഉള്ളിയും പച്ചമുളകും തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില. എത്ര ചിക്കൻ എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഇതെല്ലാം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു സ്പൂണ് ജീരകം, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പേസ്റ്റ് പോലെ അരയ്ക്കണം. അതിങ്ങനെ അരയ്ക്കണം. നിങ്ങളുടെ ഈ കാഷ്യൂ നട്ട് ഉണ്ടെങ്കിൽ അതും കൂടി അരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ക്രീമി ആയിരിക്കും. ഇനി നമ്മൾ ചിക്കനിലോട്ട് മസാല വരട്ടാൻ പോവുക. ആദ്യമായിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യാനുസരണം ഉപ്പ്, ഈ അരച്ച മസാലയും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. മസാല ചിക്കനിൽ നല്ലതുപോലെ പിടിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ തൈരുണ്ടെങ്കിൽ ഒരു സ്പൂൺ തൈര് ചേർക്കുന്നത് നല്ലതാണ്. മിക്സ് ചെയ്തു. ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി. ഇനി എണ്ണയിലോട്ട് വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളിയും ഇഞ്ചിയും. ഈ എണ്ണയ്ക്ക് പകരം നല്ലെണ്ണയിലും ഇതുണ്ടാക്കാം, നെയ്യിലും ഉണ്ടാക്കാം, ഇഷ്ടമുള്ളതിലും ഉണ്ടാക്കാം. വെളിച്ചെണ്ണയിൽ ടേസ്റ്റില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മൂത്ത് കഴിഞ്ഞതിന് ശേഷം സവാള ഇടുന്നു. ചെറുതായിട്ട് അരിഞ്ഞ സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഇത് വഴറ്റുക. സവാള ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യണം. സവാള ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇടുക. മസാല പുരട്ടി വെച്ചിരുന്ന അരമണിക്കൂർ കഴിഞ്ഞു. ആ ചിക്കന് ഇതിലോട്ട് ഇടുക. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിക്കണം. ഇത്രയും വെള്ളം മതി. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇനി അടച്ചു വെച്ച് വേവിക്കണം. ഇനി ചിക്കൻ വെന്തോന്ന് നോക്കാം. ചിക്കൻ വെന്തെന്ന് തോന്നുന്നു. ചിക്കൻ നല്ലപോലെ വെന്തു. ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർക്കണം. കുറച്ച് മതി. കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. മുളക് പൊടി ചേർക്കുന്നതേ ഇല്ല. ഇനി കുറച്ച് പച്ചമുളക്,
ഇനി ഇളക്കണം, ഇങ്ങനെ ഇളക്കണം. ഇനി ഒരു കുറച്ച് നേരം കൂടി ഒന്ന് വേവണം. ആ പുളിയൊക്കെ അതിലൊന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ചില്ലി ചിക്കൻ റെഡിയായി. ഇതിൽ ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് വരണമെങ്കിൽ കുറേ കൂടി പച്ചമുളക് ഇടണം. നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ചില്ലി ചിക്കൻ റെഡിയായി. ഇത് നീർദോശയുടെ കൂടെയും ബിരിയാണിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.